ഗാട്ട ഗുസ്തി മത്സരങ്ങൾ ഞാൻ പിടിച്ചിട്ടുള്ളതെന്ന് വെച്ചുള്ള എൻ്റെ ഓർമ്മയിൽ 1957 ഞാൻ നിഖിൽ ജമാൽ എന്ന് പറയുന്ന ഗുസ്തി ആശാൻ്റെ അടുത്ത് ഗുസ്തി മത്സരത്തിന് പരിശീലനത്തിന് ഇറങ്ങി. 1960 3 കൊല്ലം ഞാൻ ഗുസ്തി അഭ്യസിച്ചു അദ്ദേഹത്തിൻ്റെ കീഴിൽ. അതിനുശേഷം ജമാൽ ആശാൻ തന്നെ എന്നെ അഴീക്കോടുള്ള ഒരു ഗാട്ട ഗുസ്തി മത്സരത്തിന് ഇറക്കുകയും ആദ്യമായി കന്നി ആയിട്ട് ഞാൻ ഇറങ്ങുന്നതാണ്. അവിടുത്തെ ഒരു നാട്ടുപ്രമാണിയായ മനാഫ എന്ന് പറയുന്ന ഒരു പൈൽവാനായിട്ട് ഞാൻ ഗുസ്തി രംഗത്ത് ഇറങ്ങി. ഗുസ്തി ടിക്കറ്റ് എടുത്ത് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗുസ്തി മത്സരം തുടങ്ങിയത്. അപ്പോൾ തന്നെ 1 മിനിറ്റിനുള്ളിൽ ഞാൻ മനാഫയെ അടിച്ചു മലർത്തി. ഓഡിയൻസ് എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്നവരെല്ലാവരും ഗുസ്തി തീർന്നു പോയല്ലോ എന്ന് വിചാരിച്ച് കമ്മിറ്റിക്കാരുടെ അടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കി. ആശാൻ്റെ അടുത്ത് വന്ന് ആശാൻ എന്നോട് ചോദിച്ചു രണ്ടാമതൊന്ന് പിടിക്കണം. അങ്ങനെ ഞാൻ രണ്ടാമതും മനാഫയായിട്ട് മത്സരത്തിന് ഇറങ്ങി. 1.5 മിനിറ്റ് കൊണ്ട് ഞാൻ മനാഫയെ അടിച്ച് മലർത്തി. അവിടെ ജനങ്ങളെല്ലാം കൂടി എന്നെ പൊക്കിയെടുത്ത് പുറത്ത് തുള്ളി കൊണ്ടു നടന്നു. ഹർഷാരവം ഉണ്ടായി. അതിനുശേഷം ആ ഗുസ്തി മത്സരത്തിന് ശേഷമാണ് എനിക്ക് മിന്നൽ എന്നുള്ള പേര് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചത്. അവിടുത്തെ ജനങ്ങളിട്ട പേരാണ് അത്. ഏറ്റവും മികവ് പുലർത്തുന്ന പൈൽവാന്മാർക്ക് എത്ര പേരുണ്ടായിരുന്നു ആ പേരാണ് എൻ്റെ മിന്നൽ ജോർജ് എന്നുള്ള പേര് ഗാട്ട ഗുസ്തിയിൽ വന്നത്. ഗുസ്തി മത്സരത്തിന് മുൻപ് വാമപ്പ് ചെയ്യുകയാണ് ഗുസ്തിക്കാരെല്ലാവരും തന്നെ. അവരുടെ വാമപ്പ് എക്സസൈസാണ് ഈ നടക്കുന്നത്. യെസ്, മത്സരത്തിന് മുമ്പുള്ള വാമപ്പാണ് നടക്കുന്നത്. ബൈടെക്സ് പൈൽവാന്മാരുടെ തൈസ് റെഡിയാക്കി എടുക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഗുസ്തി മത്സരത്തിൻ്റെ 2 ടെക്നിക് ചെയ്യുന്നതായിരിക്കും. അടുത്ത ടെക്നിക്ക് അപ്ലൈ ചെയ്യാണ്. നീല യൂണിഫോം അണിഞ്ഞ ഗുസ്തിക്കാരൻ 5 പോയിന്റോടി അടിച്ചു വച്ചിരിക്കുന്നു. മത്സരാർത്ഥികൾ നേരിട്ട് പിടിക്കാൻ ശ്രമിക്കാനും നീല ജേഴ്സി അണിഞ്ഞ ഗുസ്തിക്കാരൻ പൊക്കിയെടുത്ത് റെഡ് ജേഴ്സി അണിഞ്ഞ ആളെ കുത്തി മലർത്തി 5 പോയിന്റോടി അടിച്ചു വയ്ക്കുന്നു.